Welcome guys, welcome to the second session of our third chapter, liberalization, privatization and globalization and appraisal. So I just noted it as LPG here. Just we will mention LPG for liberalization, privatization and globalization from now on. So in the last session, which was our first session of this chapter, we discussed about what led to 1991 reforms, what was India's conditions and what made India choose, who forced India to move on to these policies. Then we discussed a bit about liberalization. We discussed some of the reforms of liberalization like tax reforms, financial sector reforms and some other reforms. Today we will continue with the liberalization reforms. Before that, just to introduce you some concepts, I think that I remember that I said to you that one of the major crises India was facing during 1991 was BOP crisis or balance of payment crisis. What is this balance of payment? So BOP means balance BOP or balance of payment. So this balance of payment account consists of current account, capital account and etc. You don't want to study about that all things, but just have a general idea that balance of payment is the difference between inflow of money to the country and the outflow of money towards the rest of the world. That inflow of money into the country, അതായത് ഇന്ത്യയിലേക്ക് വരുന്ന പൈസ minus outflow of money to rest of the world. So it is as it is a difference, I have put a minus sign here. Okay, അതായത് ഇന്ത്യ പുറത്തു കൊടുക്കുന്ന പൈസ ഇന്ന് ഇന്ത്യയിലേക്ക് വരുന്ന പൈസ നിന്ന് ഇന്ത്യ പുറത്ത് കൊടുക്കുന്ന പൈസ കുറയ്ക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ എപ്പോഴാണ് പൈസ പുറത്തേക്ക് കൊടുക്കുക? നമ്മൾ ഒരു ഗുഡ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ we are giving our money to a foreign country, right? If we are importing a good from China, we are giving our money, India's money to China. That is what outflow of India's money. And suppose that say USA is exporting something from India. നമ്മൾ എന്തെങ്കിലും say നമ്മൾ കേരളത്തിൽ നിന്ന് ചെമ്മീൻ കയറ്റി അയക്കാറുണ്ട് ഒരുപാട്. സോ ആ ചെമ്മീൻ നമ്മൾ കയറ്റി അയക്കുമ്പോൾ അവരുടെ ഫോറിനേഴ്സിൻ്റെ മണി ഇന്ത്യയിലേക്ക് ഇൻഫ്ലോ ചെയ്യാണ് ചെയ്യുന്നത്. ബേസിക്കലി നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മളിലേക്ക് പൈസ നമ്മളിലേക്ക് നമ്മൾ ഇന്ത്യൻ പെർസ്പെക്റ്റീവ് നിന്ന് ചിന്തിക്കുക. നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇൻഫ്ലോ ആണ് ഉണ്ടാകുന്നത്. നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ പൈസ എവിടത്തേക്കാണ് വരിക? ഇന്ത്യയിലേക്കാണല്ലോ വരിക. പിന്നെ നമ്മൾ എന്തെങ്കിലും ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മളെ പൈസ പുറത്തേക്കാണ് പോകുന്നത്. സോ ദാറ്റ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ജനറലി ഇങ്ങനെ മനസ്സിലാക്കുക, അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻഫ്ലോ ഓഫ് മണി ആൻഡ് outflow of money. So then what we said that we said that India was facing a balance of payment crisis. So BOP crisis means what? BOP crisis. So BOP crisis എന്ന് പറഞ്ഞാൽ India unable to pay for imports or repay loans, repay external debt. അതായത് ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് വരിക എന്ന് വെച്ചാൽ നമ്മൾ എസെൻഷ്യൽ ഇമ്പോർട്ട്സ്, അതായത് നമ്മൾ പറഞ്ഞു 2 വീക്സിനേക്കുള്ള ഫോറിൻ റിസർവ്സ് മാത്രമേ ഇന്ത്യയിൽ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ 1991 ക്രൈസിസിൽ. സോ ആ ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് കാരണം ഇന്ത്യയുടെ ഫോറിൻ റിസർവ്സ് വളരെയധികം കുറഞ്ഞു പോവുകയാണ്. അപ്പോൾ ഇന്ത്യക്ക് എന്താണ്, നമ്മൾ ഇമ്പോർട്ടിന് നമ്മൾ ഫോറിൻ റിസർവ്സ് തന്നെ കൊടുക്കണം, അതായത് നമ്മൾ ഡോളറിൽ അല്ലെങ്കിൽ സ്വർണ്ണത്തിൽ നമ്മൾ പേ ചെയ്യേണ്ടി വരും. സോ ആ ഒരു ഫോറിൻ റിസർവ്സ് ഇന്ത്യയിൽ നന്നായി കുറഞ്ഞു പോയിട്ട് എന്താകാം, ഇന്ത്യക്ക് ഇമ്പോർട്ട്സിന് കൊടുക്കാനും കൂടിയും പൈസ ഇല്ലാണ്ടായി. ഇപ്പോൾ അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഡെപ്റ്റ്, പുറത്തുനിന്നുള്ള കടം തിരിച്ചടയ്ക്കാനുള്ള പൈസ ഇല്ലാണ്ടായി. സോ ഇതായിരുന്നു ആ BOP ക്രൈസിസ്. സോ ഐ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് യു ബാലൻസ് ഓഫ് പേയ്മെന്റ് ആൻഡ് ബാലൻസ് ഓഫ് പേയ്മെന്റ് crisis. So next reforms we are gonna discuss under the head of liberalization is foreign exchange reforms or forex reforms. അല്ലെങ്കിൽ ഞാൻ ഫോറിൻ എക്സ്ചേഞ്ച് തന്നെ ഫുൾ ആയിട്ട് എഴുതാം, പിന്നെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വേണ്ട.
ഈ ഫോറിൻ എക്സ്ചേഞ്ചിന് നമ്മൾ ഫോറെക്സ് റിഫോംസ് എന്നും ഫോറിൻ എക്സ്ചേഞ്ച് നമ്മൾ ചുരുക്കി ഫോറെക്സ് എന്ന് വിളിക്കാറുണ്ട്. സോ ഫോറിൻ എക്സ്ചേഞ്ച് റിഫോംസ് ആണ്. സോ 1991 ഇന്ത്യ ഫസ്റ്റ് ഇന്ത്യയിലുണ്ടായ ഈ ഫോറിൻ എക്സ്ചേഞ്ച് റിഫോംസ് എന്ന് ഇന്ത്യ ഡീവാല്യൂഡ് ഇറ്റ്സ് കറൻസി. എന്താണ് ഈ ഡീവാല്യൂ ചെയ്യാന്ന് വെച്ചാൽ, ഇന്ത്യക്ക് ഇപ്പോൾ ഒരു ഡോളറിന് നമ്മൾ 60 രൂപയാണ് വിലയെങ്കിൽ 60 രൂപയാണ്. സോ $1 ഡോളറിന് 60 രൂപയാണെങ്കിൽ നമ്മൾ ഡോളറിൻ്റെ വില ഒരു ഡോളറിന് 70 രൂപയായി. ഇത് ഡീവാല്യൂഷൻ ആണോ? അല്ലെങ്കിൽ ഈ ഒരു ഡോളറിന് 50 രൂപയായി. നമ്മളിപ്പോഴുള്ളത് ഈ 60 രൂപയിലാണ്. സോ വാട്ട്സ് ഹാപ്പനിങ് നെക്സ്റ്റ്? ഇഫ് ഡീവാല്യൂഷൻ എന്ന് പറഞ്ഞാൽ രൂപയുടെ മൂല്യം കുറയ്ക്കുകയാണ്. സോ രൂപയുടെ മൂല്യം കുറയാന്ന് പറയുമ്പോൾ എന്തായി? ഒരു ഡോളറിന് 50 ഇന്ത്യൻ മണി മാത്രമേ കിട്ടൂ എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ എന്താണ് മൂല്യം കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡീവാല്യൂഷൻ എന്ന് പറയുമ്പോൾ ഇതാണ് ഈ ഒരു ഡോളറിന് കിട്ടുന്ന റുപ്പീൻ്റെ ഇത് കൂടും, 60-ന്ന് 70-ലേക്കാവും. സോ ദിസ് ഇസ് ഡീവാല്യൂഷൻ. ദിസ് ഇസ് അപ്രീസിയേഷൻ. ഓക്കെ, ദിസ് ഇസ് അപ്രീസിയേഷൻ ഓഫ് ഇന്ത്യൻ റുപ്പി. ഇന്ത്യൻ്റെ നാണയം മെച്ചപ്പെടുകയാണ്. ഇവിടെ നിന്നാണ് 60-ന്ന് 70 രൂപയാകുമ്പോൾ നമുക്കറിയാം ഒരു ഡോളറിന് 80 രൂപയാകുമ്പോൾ കൂടുതൽ ഡീവാല്യൂ ചെയ്യുന്നു. സോ ഈ ഇന്ത്യ ഫസ്റ്റ് ഇന്ത്യൻ കറൻസീനെ 1991 എന്താകുമ്പോൾ ഈ ലിബറലൈസേഷൻ്റെ ഹെഡിൽ നമ്മളിപ്പോൾ ലിബറലൈസേഷൻ്റെ സമയത്ത് എന്താകുന്നു? ഇന്ത്യ ആ കറൻസീനെ ഡീവാല്യൂ ചെയ്യുന്നു. അങ്ങനെ ഡീവാല്യൂ ചെയ്യുമ്പോൾ ഈ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഓഫ് ക്രൈസിസ് എന്താകും? സോൾവ് ആവും. അതെന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ രൂപയുടെ മൂല്യം കുറഞ്ഞു. സോ ഇന്ത്യയുടെ രൂപയുടെ മൂല്യം കുറഞ്ഞു എന്ന് പറയുമ്പോൾ ഒരു ഡോളർ വെച്ചിട്ട് നമുക്ക് വാങ്ങാൻ പറ്റുന്ന സാധനത്തിൻ്റെ എണ്ണം കൂടിയില്ലേ? നമ്മൾ ഇന്ത്യയിൽ നിന്ന് അമേരിക്കക്കാർക്ക് 1 കിലോ ചെമ്മീൻ വാങ്ങണമായിരുന്നു. ചെമ്മീൻ്റെ അന്നത്തെ വിലയൊന്നും എനിക്കറിയില്ല. നമ്മൾ പറയാം 100 രൂപയായിരുന്നു, അല്ലെങ്കിൽ 60 രൂപയായിരുന്നു. 180 രൂപയായിരുന്നു 1 കിലോ ചെമ്മീന്. അപ്പോൾ അവർ $3 കൊടുക്കണമായിരുന്നു ഈ ചെമ്മീൻ വാങ്ങണമെങ്കിൽ. അമേരിക്കക്കാർ. അപ്പോൾ ഇന്ത്യയുടെ ഈ കറൻസി ഡീവാല്യൂഷൻ നടന്നതിന് ശേഷം അവരിപ്പോൾ എത്ര കൊടുത്താൽ മതി? എത്ര ഡോളർ കൊടുത്താൽ മതി? ഒരു 70 ആയാൽ 140 പ്ലസ് ഒരു 2.5 അല്ലെങ്കിൽ $2.6 കൊടുത്താൽ മതി അവരിപ്പോൾ. ഇത് 60 രൂപയാകുമ്പോഴാണ് ഇത് 70 രൂപയാകുമ്പോൾ ഏകദേശം ഈ $2.6 കൊടുത്താൽ മതി. അമേരിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ഗുഡിൻ്റെ വില കുറയാണ് ചെയ്യുന്നത്. സോ അപ്പോൾ എന്തിനാണ് കൂടുതൽ എക്സ്പോർട്ട് ഇന്ത്യയിൽ നടക്കും? ഇന്ത്യൻ്റെ കറൻസി ഡീവാല്യൂ ചെയ്തുകൊണ്ട്. സോ വെൻ ദർ ഇസ് എക്സ്പോർട്ട് നടക്കുന്നതോടുകൂടി ഇന്ത്യയിലേക്ക് ഇൻഫ്ലോ ഓഫ് മണി വരും. ഇൻഫ്ലോ ഓഫ് മണി വന്നാൽ, അതായത് ഇന്ത്യയുടെ വിഷയം എന്തായിരുന്നു? ഇന്ത്യ വാസ് നോട്ട് ഹാവിങ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് ഇല്ലായിരുന്നു. വിദേശ നാണ്യങ്ങളുടെ ആ ഒരു കരുതൽ അല്ലെങ്കിൽ ആ ഒരു റിസർവ്സ് എന്തില്ലായിരുന്നു? ഇന്ത്യയിൽ കുറവായിരുന്നു എന്നാണ് 1991 ക്രൈസിസിന്റെ ഒരു കാരണം. അപ്പോൾ ഇന്ത്യയിലേക്ക് എന്താകാൻ തുടങ്ങി? എക്സ്പോർട്ട് ഇന്ത്യയിൽ നിന്ന് കൂടുതൽ നടക്കാൻ തുടങ്ങി. കാരണം ഇന്ത്യയുടെ കറൻസി ഡീവാല്യൂഷൻ ചെയ്തപ്പോൾ നമ്മളെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. കാരണം എന്താ വെച്ചാൽ നോക്കിയാൽ മതി, ഇൻഫ്ലോ ഓഫ് മണി കൂടെയാണ്. ഡീവാല്യൂഷൻ ഓഫ് കറൻസി കാരണം ഫോറിൻ എക്സ്ചേഞ്ച് ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ വിദേശ പൈസ ഇന്ത്യയിലേക്ക് വരുന്നത് കൂടി. കാരണം നമ്മുടെ കറൻസി ഡീവാല്യൂ ചെയ്തു. സോ രണ്ടാമത്, ഫസ്റ്റ് നമ്മുടെ റിഫോംസ് ഡീവാല്യൂഷൻ ഓഫ് കറൻസി ആയിരുന്നു. 2, നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമൈൻ അക്കോർഡിംഗ് ടു ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഈ ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനുസരിച്ച് ഡിറ്റർമൈൻ ചെയ്യാന്ന് വെച്ചാൽ മാർക്കറ്റ് തീരുമാനിക്കുന്നു എന്നതാണ്. മാർക്കറ്റ് ഡിസൈഡ്സ്. അതായത് 1991 ഇന്ത്യയുടെ കറൻസി എന്തായിരുന്നു? ഫിക്സഡ് ആയിരുന്നു. നമ്മുടെ ഗവൺമെന്റ് തീരുമാനിക്കും $1 ഇത്ര റുപ്പീസ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ദിവസവും ഇങ്ങനെ പേപ്പർ നോക്കിയിട്ട് ഇന്ത്യയുടെ രൂപയുടെ മൂല്യം ഡോളറായിട്ട് കമ്പയർ ചെയ്ത് കുറഞ്ഞു കൂടി എന്നൊരു ഡെയിലി ബേസിസിലൊന്നും മാറുന്നില്ല. കാരണം ഗവൺമെന്റ് ആണ് തീരുമാനിക്കുന്നത്. ഒരു ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് ആയിരുന്നു നമ്മൾ അഡോപ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. സോ അത് മാറി
എന്താക്കണം മാർക്കറ്റ് ഫോഴ്സസിന് നമ്മൾ വിട്ടുകൊടുക്കുകയാണ്. നമ്മുടെ റുപ്പിക്ക് എത്ര ഡിമാൻഡ് ഉണ്ടോ, നമ്മുടെ റുപ്പിക്ക് എത്ര സപ്ലൈ ഉണ്ടോ അതനുസരിച്ചിട്ട് നമ്മുടെ രൂപയുടെ മൂല്യം കുറയുകയും കൂടുകയും ചെയ്യും. സോ നമ്മുടെ ആ ഒരു എന്താക്കി ഫിക്സഡ് നിന്ന് മാറി മാർക്കറ്റ് ഡിമാൻഡ് അനുസരിച്ച് രൂപയുടെ മൂല്യം നിർണ്ണയിക്കുന്നതിലേക്കാണ് നമ്മുടെ ലിബറലൈസേഷൻ്റെ ഒരു ഫോറിൻ എക്സ്ചേഞ്ചുമായിട്ടുള്ള 2 റിഫോംസ്. സോ we discussed that there is two reforms during liberalization in the foreign exchange reserve sector or foreign exchange sector. One was, I said, the devaluation of currency. Then second is market now determines value of currency according to its demand and supply. So guys, next reforms we are going to discuss under liberalization is trade and investment policy reforms. നമ്മുടെ ട്രേഡ് എന്ന് പറയുമ്പോൾ എക്സ്പോർട്ട് ഇമ്പോർട്ട് കാര്യങ്ങളിലും പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് മെയിൻലി ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ് സ്വീകരിക്കുന്നതിനെ പറ്റിയിട്ടുള്ള ഒരു റിഫോംസ് ആണ് ഈ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി റിഫോംസിൻ്റെ അണ്ടറിൽ വരുന്നത്. സോ ഈ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി റിഫോംസിൽ നമ്മളെന്താക്കി ഈ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നമുക്ക് സ്വീകരിക്കാം, അതിലുണ്ടായിരുന്ന കുറച്ച് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളെല്ലാം നമ്മൾ എടുത്തു കളയാണ്. സോ അതോടൊപ്പം ഈ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നു എന്നതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു സാധനം നമ്മുടെ ടെക്നോളജിയും നമ്മുടെ കോമ്പറ്റീവ്നെസ്സും എന്താണ് അതിനനുസരിച്ച് കൂടുന്നു എന്നുള്ളതാണ്. സേ earlier time India was not competing with the world, right? India was a kind of in protecting nature. Indian goods നെ ഇന്ത്യ പ്രൊട്ടക്ട് ചെയ്യായിരുന്നു വേൾഡ് കോമ്പറ്റീഷൻ എന്ന്. അപ്പോൾ എന്താണ് ആ ഒരു കോമ്പറ്റീഷനിലേക്ക് ഇന്ത്യൻ മാർക്കറ്റും ഇന്ത്യയിലുള്ള ഡൊമസ്റ്റിക്കിലുള്ള ആളുകളും ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സും കൂടി എൻ്റർ ചെയ്യാണ് ആ ഒരു കോമ്പറ്റീഷനിലേക്ക്. സോ ദേ വിൽ ഹാവ് ടു ടേക്ക് മാക്സിമം എഫേർട്ട്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഫോറിൻ കോമ്പറ്റീഷൻ എന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ മൊത്തത്തിലുള്ള ഇന്ത്യൻ പ്രൊഡ്യൂസേഴ്സിനും കുറെ കൂടി അവരുടെ എഫേർട്ട് ഇടേണ്ടി വരും, കുറെ കൂടി നല്ല പ്രൊഡക്റ്റ് കൊടുക്കാൻ വേണ്ടി അവർ ശ്രമിക്കേണ്ടി വരും. ഇല്ലെങ്കിൽ പുറത്തുനിന്നുള്ള പ്രൊഡക്റ്റുമായിട്ട് അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ ഈ ഫോറിൻ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് റിഫോംസ് നമുക്ക് എഫിഷ്യൻസി ഉണ്ടാകും. എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ നമുക്ക് പറഞ്ഞല്ലോ, നമ്മൾ ആദ്യം നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ പറഞ്ഞിരുന്നു ഈ പ്രൊട്ടക്ഷൻ റിഫോംസിന്റെ ഒരു ഡീമെറിറ്റ് എന്താണ്, ഇന്ത്യൻ പ്രൊഡ്യൂസേഴ്സിന് ഇൻസെൻറ്റീവ്സ് ഇല്ല നല്ല ക്വാളിറ്റി ഗുഡ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ്. കാരണം അവർക്ക് ഞങ്ങൾ നല്ലത് കൊടുത്താലും കൊടുത്തിട്ടില്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് ഞങ്ങളുടെ അടുത്ത് നിന്ന് മാത്രമേ വാങ്ങാൻ പറ്റൂ എന്നായിരുന്നു ഇന്ത്യൻ പ്രൊഡ്യൂസേഴ്സിന്റെ മനസ്സിലുണ്ടായിരുന്നത്. സോ ദേ വർ നോട്ട് ട്രൈങ് ടു ഇംപ്രൂവ് ദെയർ ക്വാളിറ്റി ഓഫ് ദെയർ പ്രോഡക്റ്റ്. സോ by now as foreign investment and foreign players is coming to India, they will have to up their bar and produce good quality goods. So അതുകൊണ്ട് തന്നെ നമുക്ക് കോമ്പറ്റീഷൻ കൂടി. അതുപോലെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ അവർ വെറും പൈസ മാത്രമല്ല ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുക, അവിടുന്ന് അവരുടെ ടെക്നോളജി കൂടി. കാരണം അവർ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് നല്ല റിട്ടേൺസ് കിട്ടണം. സോ അവരുടെ കയ്യിലുള്ള നല്ല ടെക്നോളജിയും കൂടെ അവരെന്താക്കും ഇന്ത്യയിലേക്ക് കൊണ്ടുവരും. അല്ലെങ്കിൽ ഇന്ത്യക്കാർ പുതിയ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിർബന്ധിതരാകുകയും ചെയ്യും. അല്ലെങ്കിൽ അവർക്ക് എന്താക്കാൻ പറ്റില്ല, ഗ്ലോബൽ കോമ്പറ്റീവ്നെസ് ആയിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. സോ ദിസ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ട്രേഡ് പോളിസി കംസ് വിത്ത് എഫിഷ്യൻസി, കോമ്പറ്റീഷൻ ആൻഡ് ഗുഡ് ടെക്നോളജി ആൻഡ് സോ ഓൺ തിങ്സ്. കാരണം ആ ഒരു ഫോറിൻ ഇൻവെസ്റ്റ്മെന്റിലൂടെയും ഈ ട്രേഡ് ആൻഡ് പോളിസി റിഫോംസിലൂടെയാണ് നമുക്ക് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് സ്വീകരിക്കാം എന്നുള്ളൊരു അവസ്ഥയിലേക്കും നമ്മൾ എത്തുന്നത്. സോ we will now be looking into major reforms under foreign investment and trade policy. ഒന്ന് എന്താണ്, അബോളിഷ്മെന്റ് ഓഫ് ഇമ്പോർട്ട് ക്വാട്ടാസ് എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞിരുന്നു ദാറ്റ് ഇന്ത്യൻ ഗവൺമെന്റ് വാസ് പ്രൊട്ടക്ടിങ് അവർ മാർക്കറ്റ് ത്രൂ ക്വാട്ടാസ് ആൻഡ് താരിഫ് എന്നുള്ളത്. സോ ക്വാട്ട മീൻസ് വാട്ട്, വി ക്യാൻ ഓൺലി ഇമ്പോർട്ട് എ ഫിക്സഡ് നമ്പർ ഓഫ് ഗുഡ്സ് ഓൺലി. കുറച്ച് ഒരു ഗവൺമെന്റ് പറയുന്ന അത്ര ഗുഡ്സോ അല്ലെങ്കിൽ ഗവൺമെന്റ് പറയുന്ന രീതിയിൽ മാത്രമേ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. സോ ആ ഒരു ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നല്ലോ. ഈ ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻസ് തന്നെയാണ് ഈ ക്വാട്ടാസ് കൊണ്ട്. ഈ ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻസ് എടുത്തു കളഞ്ഞു എന്നുള്ളതാണ് ഈ ഒരു ഒന്നാമത്തെ റിഫോം ആയിട്ട് വരുന്നത്. രണ്ടാമത് റിഡക്ഷൻ ഇൻ താരിഫ് റേറ്റ്. നമ്മൾ പറഞ്ഞു രണ്ടാമത്തെ രീതിയിൽ അവർ ഇന്ത്യൻ മാർക്കറ്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് താരിഫിലൂടെ ആയിരുന്നു. ഐ തിങ്ക് ദാറ്റ് ഇൻ സെക്കൻഡ് സെഷൻ വി ഡിസ്കസ്ഡ് അബൌട്ട് വീറ്റ് ആൻഡ് ഓൾ. നമ്മൾ ആസ്ട്രേലിയയിൽ നിന്ന് വീറ്റ് ഇറക്കുമ്പോൾ വീറ്റിന് നമ്മൾ താരിഫ് വെക്കുമ്പോൾ ആ ആസ്ട്രേലിയൻ വീറ്റിന്റെ വില വല്ലാതെ കൂടുകയാണ്. സോ വി ആർ നോട്ട് ഏബിൾ ടു ഇമ്പോർട്ട് ദാറ്റ് ബിക്കോസ് ദ താരിഫ് റേറ്റ് ഈസ് ഹൈ. സോ അത്രയും ഹൈ താരിഫ് റേറ്റ് ഇന്ത്യ വെക്കുന്നത് എന്തിനാണ്, നമ്മൾ ഇമ്പോർട്ട് ചെയ്യാതിരിക്കേണ്ടിയിട്ടാണ്. സോ ഇന്ത്യൻ ഗവൺമെന്റ് എന്തിനാ അത്രയും ഹൈ താരിഫ് റേറ്റ് വെക്കുന്നത് വെച്ചാൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യാതിരിക്കുക, ഇന്ത്യൻ ഗുഡ്സ് വാങ്ങുക എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ്. ബട്ട്
എന്താണ് ഈ താരിഫ് റേറ്റ് ഇന്ത്യ കുറയ്ക്കുന്നതിലൂടെ നമുക്ക് എന്താക്കാൻ പറ്റും, ഇപ്പം ഇമ്പോർട്ട് കുറെ കൂടി ചീപ്പർ ആകാൻ പറ്റും. സോ ഇമ്പോർട്ട്സ് ബിക്കം ചീപ്പർ നൗ. ഞാൻ പറയുന്നത് റിസൾട്ട് ആണ്. Because one of the result of this reduction in tariff rate is that import is now cheaper. Because എന്ത് cheaper ആകുന്നത്? Because we don't have to pay a tariff. Tariff എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ഒരു കിലോമേൽ നിങ്ങൾ 2 രൂപ ടാക്സ് അടിക്കണം ഇമ്പോർട്ട് ചെയ്യുമ്പോൾ. ആ ഒരു രീതിയിലുള്ള ഒരു ടാക്സ് പോലെ ആയിരുന്നു താരിഫ്. അത് ആ ടാക്സിന്റെ എമൗണ്ട് കുറച്ചു. സോ that makes our import now cheaper. And the third reform was that removal of licensing procedure for imports. So earlier നമ്മൾ ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താക്കാൻ പറ്റുമായിരുന്നു, ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ക്വാട്ടാസും താരിഫും അല്ലാതെ ഈ ഇമ്പോർട്ട് ചെയ്യാൻ തന്നെ ഒരു ലൈസൻസ് വേണമായിരുന്നു. സോ ദാറ്റ് ലൈസൻസിങ് പ്രൊസീജിയർ, റിമൂവൽ ഓഫ് ദാറ്റ് ലൈസൻസിങ് പ്രൊസീജിയർ, ആ ഒരു ഇമ്പോർട്ടിന് വേണ്ടിയിട്ട് ഇപ്പം നമുക്ക് എന്താക്കണ്ട, ലൈസൻസിന് വേണ്ടി പോകുന്നു വേണ്ട, നമുക്ക് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. There is no need of license. That is one of the reforms. The next reforms is export duty is removed. So this point we haven't discussed earlier. Export duty എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് ഒരു ഗുഡ് വിദേശത്തേക്ക് കയറ്റി അയക്കുമ്പോൾ ഈ കയറ്റി അയക്കുന്ന ആളും ഒരു ഡ്യൂട്ടി കൊടുക്കണം, ഒരു ടാക്സ് കൊടുക്കണം. കാരണം അത് ഇന്ത്യ ചുരുക്കി പറഞ്ഞാൽ എക്സ്പോർട്ടിനും എതിരായിരുന്നു ചില ഗുഡ്സിൻ്റെ. അതായത് എക്സ്പോർട്ട് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ സേ വി ആർ എക്സ്പോർട്ടിങ് ചെമ്മീൻ, നമ്മൾ ചെമ്മീൻ USA കയറ്റി അയക്കുകയാണ്. അപ്പം നമ്മൾ കയറ്റി അയക്കുന്ന ഓരോ കിലോനും ഗവൺമെൻറ് പറയണം 5 രൂപ എനിക്ക് തരണം. ഇന്ത്യൻ ഗവൺമെൻറ് ഇന്ത്യക്കാരോട് തന്നെ ആവശ്യപ്പെടുകയാണെന്ത്, നിങ്ങൾ 5 രൂപ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു കിലോന് 5 രൂപ എനിക്ക് തരണം, അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഇത്ര പൈസ എനിക്ക് തരണം. സോ ആ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഇത്ര പൈസ തരണം എന്നുള്ളതാണ് എക്സ്പോർട്ട് ഡ്യൂട്ടി. അപ്പോൾ ആ എക്സ്പോർട്ട് ഡ്യൂട്ടി ഗവൺമെൻറ് റിമൂവ് ചെയ്തു. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്ത്യൻ ഗുഡ്സിനും കോമ്പറ്റീഷൻ കൂടി എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ പണ്ട് നമ്മൾ ചെമ്മീൻ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഈ 5 രൂപ എക്സ്പോർട്ട് ഡ്യൂട്ടി കൊടുക്കണം. അപ്പോൾ എക്സ്പോർട്ട് ഡ്യൂട്ടിയും കൂടെയുള്ള പൈസയാണ് നമ്മൾ വിദേശത്തുള്ള ആളുകൾ നമുക്ക് പേ ചെയ്യേണ്ടി വരിക. ഇപ്പോൾ ഡ്യൂട്ടി ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ഗുഡ്സിൻ്റെ വില കുറഞ്ഞു. വില കുറയുമ്പോൾ നമുക്ക് ഡിമാൻഡ് കൂടും, അങ്ങനെ എന്താ കോമ്പറ്റീഷൻ കൂടും. ഇപ്പോൾ ഗ്ലോബൽ കോമ്പറ്റീഷനിലേക്ക് നമ്മൾ വരികയാണ്. സോ ഈ എക്സ്പോർട്ട് ഡ്യൂട്ടി റിമൂവ് ചെയ്യുന്നതിലൂടെ ദർ ഇസ് എൻ ഇൻക്രീസ് ഇൻ കോമ്പറ്റീഷൻ ഓർ ഇന്ത്യൻ ഗുഡ്സ് ക്യാൻ നൗ പാർട്ടിസിപ്പേറ്റ്. ഇന്ത്യൻ ഗുഡ്സിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും ഗ്ലോബൽ മാർക്കറ്റിൽ ഈസിലി. സോ ഇതായിരുന്നു ഒരു ട്രേഡ് ആൻഡ് പോളിസി റിഫോംസ്. മേജർലി 4ഓളം ട്രേഡ് ആൻഡ് പോളിസി റിഫോംസ് നമ്മൾ പറഞ്ഞു. നമ്മുടെ ഫസ്റ്റ് ക്വാട്ടാസും താരിഫും നിങ്ങൾ മനസ്സിൽ വെക്കുക. ഒന്ന് റെസ്ട്രിക്ഷൻസ് ഓൺ കാട്ട വാസ് റിമൂവ്ഡ്, താരിഫ് റേറ്റ് വാസ് റിഡ്യൂസ്ഡ്. എല്ലാ ഗുഡ്സിൻ്റെയും ഇതിലും നമുക്ക് ക്വാട്ടാസ് എന്തായിട്ടില്ല, എടുത്തു കളഞ്ഞിട്ടില്ല. ചില ഗുഡ്സിൻ്റെ കാര്യത്തിലും ചില ഗുഡ്സിന് താരിഫ് ഉണ്ടാവും, നമ്മളെ സേ ഫാർമസ്യൂട്ടിക്കൽ ഗുഡ്സ്, അങ്ങനെ ചില ഗുഡ്സിൻ്റെ കാര്യത്തിൽ ചില എക്സെപ്ഷണൽ കേസ് ഉണ്ട് എന്നതൊഴിച്ചാൽ ജനറലി എന്താണ്, ഇമ്പോർട്ട് ക്വാട്ടാസ് അബോളിഷ് ചെയ്യാണ്, പിന്നെ താരിഫ് റേറ്റ് കുറയ്ക്കുന്നു, then removal of licensing procedure for imports, then export duty is also removed. So this whole things has increased competition, made technology to come in India. It also have made foreign investment to come to India. So next thing we have to discuss is privatization. So this chapter of liberalization, privatization and globalization and appraisal, we are done with discussing our L, that is liberalization. Now we will be discussing our P, that is privatization. In liberalization we have discussed about many reforms such as financial, tax, foreign exchange and so on reforms. So next we will be discussing into privatization. So സ്വകാര്യവൽക്കരണം എന്നാണ് ഈ privatization. What do you mean by this privatization? എന്താണ് ഈ privatization കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സിമ്പിൾ ആണ്, ഗവൺമെൻറ്റിൻ്റെ ഓണർഷിപ്പ് പ്രൈവറ്റിലേക്ക് കൊടുക്കുന്നു. ഷെഡിങ് ദ ഓണർഷിപ്പ് അല്ലെങ്കിൽ ഗിവിങ് ദ ഓണർഷിപ്പ്, ഷെഡിങ് എന്ന് പറഞ്ഞാൽ കൊടുക്കുക, അല്ലെങ്കിൽ ഗിവിങ് ദ ഓണർഷിപ്പ് ടു പ്രൈവറ്റ്. അപ്പോൾ ഒരു പ്രൈവറ്റിൻ്റെ കമ്പനി ഒരു പ്രൈവറ്റിന് കൊടുക്കുമ്പോൾ അത് പ്രൈവറ്റൈസേഷൻ അല്ല. അതായത് ഗവൺമെൻറ്റിൻ്റെ അടുത്തുള്ള പബ്ലിക് സെക്ടർ ആയിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ള കമ്പനികളും ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ള എൻ്റർപ്രൈസുകളും പ്രൈവറ്റിന് കൈമാറുമ്പോഴാണ് എന്ത് നടക്കുന്നത്, പ്രൈവറ്റൈസേഷൻ നടക്കുന്നത്. സോ പ്രൈവറ്റൈസേഷൻ മീൻസ് വാട്ട്? ദ ഗിവിങ് ഓഫ് ദ ഓണർഷിപ്പ് ഓർ മാനേജറിയൽ പവർ ടു പ്രൈവറ്റ് സെക്ടർ. സോ ഇത് പ്രൈവറ്റൈസേഷൻ 2 രീതിയിൽ നടക്കാം. ഒന്ന്
ഒന്നാമതെന്ന് വെച്ചാൽ ഗവൺമെൻറ് തന്നെ ആ ഒരു സെക്ടറിൽ നിന്ന് അങ്ങ് മാറി നിന്ന് കളയാം. ഇപ്പോൾ ടെലികോം ഇൻഡസ്ട്രിയിൽ നമ്മളെ ഗവൺമെൻറ് ഒരു BSNL മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ BSNL ഗവൺമെൻറ് എന്താക്കുകയാണ്, ഗവൺമെൻറ് BSNL അതിൽ നിന്ന് അങ്ങ് എടുത്തു കളഞ്ഞു, ഫോറിൻ പ്ലേയേഴ്സ് മാത്രമാവുക. സോ ദാറ്റ് ഗവൺമെൻറ് ആ സെക്ടറിൽ നിന്ന് മാറി നിൽക്കുകയാണ്. സോ പിന്നെ രണ്ടാമത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഔട്ട്റൈറ്റ് സെയിലാണ്. ഫസ്റ്റിലത്തെ ഞാൻ പറഞ്ഞു ഗവൺമെൻറ് ഈസ് വാട്ട് ഗവൺമെൻറ് പുറത്തു പോവാണ്, ഈസ് ഗോയിങ് ഔട്ട് ഓഫ് ദാറ്റ് സെക്ടർ. ഗവൺമെൻറ് ആ സെക്ടറിൽ ഇല്ല, ഗവൺമെൻറ്റിൻ്റെ ആ കമ്പനി ആ സെക്ടറിൽ നിന്ന് മാറി നിൽക്കുകയാണ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു എന്താ പറയുക, ഗവൺമെൻറ്റിൻ്റെ ആ സാന്നിധ്യം ഉണ്ടല്ലോ ആ സെക്ടറിൽ, ആ സാന്നിധ്യം അവിടെ ഇല്ലാണ്ടാവുകയാണ്. അതാണ് ഗവൺമെൻറ് തന്നെ ആ സെക്ടറിൽ നിന്ന് മാറി നിന്നത്. പക്ഷേ ഇപ്പം നമ്മുടെ ടെലികോം ഇൻഡസ്ട്രിയിൽ BSNL ഉണ്ടായിരുന്നു. ആ BSNL ഇപ്പോഴുണ്ട്. BSNL ഗവൺമെൻറ് എന്താക്കി, പിൻവലിച്ചു, അങ്ങനെ ഒരു കമ്പനിയെ ഇല്ലാതാക്കി. അങ്ങനെ പിന്നെന്താ, അവിടെ പ്രൈവറ്റ് പ്ലേയേഴ്സ് മാത്രമേ ഉള്ളൂ, ഗവൺമെൻറ് ഇല്ല. ആ രീതിയിൽ ഗവൺമെൻറ്റിന് മാറി നിൽക്കാം, അല്ലെങ്കിൽ ഔട്ട്റൈറ്റ് സെയിൽ നടത്താമെന്നുള്ളതാണ്. ഗവൺമെൻറ്റിൻ്റെ സ്റ്റേക്ക് നടക്കാം. നമ്മൾ ഈ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്നെല്ലാം കേട്ടിട്ടുണ്ടാവും. ഡിസ്ഇൻവെസ്റ്റ്മെന്റ് അതൊരു ഒരു ഫ്രാക്ഷൻ സെയിലാണ്. അതായത് നമുക്ക് ഒന്ന് ഞാൻ പറഞ്ഞു, കംപ്ലീറ്റ്ലി ആ സെക്ടറിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഒരു പ്രൈവറ്റൈസേഷൻ വരുത്താം, അല്ലെങ്കിൽ രണ്ടാമത് ഔട്ട്റൈറ്റ് സെയിൽ, ആ സെക്ടറിൻ്റെ ആ സെക്ടർ പ്രൈവറ്റിന് വിൽക്കാം. നമ്മളിപ്പം ഒരു നമ്മുടെ BPC അല്ലെങ്കിൽ ഭാരത് പെട്രോളിയം അല്ലെങ്കിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ എല്ലാം അതിൻ്റെ എല്ലാം ഒരു ഷെയർ വേണമെങ്കിൽ പ്രൈവറ്റിന് വിൽക്കാം. അങ്ങനെ രീതിയിൽ നമുക്കൊരു ഡിസ്ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ട് പ്രൈവറ്റൈസേഷനിലേക്ക് പോകാം, അല്ലെങ്കിൽ മൊത്തത്തിൽ ആ കമ്പനി ഫുള്ളായിട്ട് പ്രൈവറ്റിന് വിട്ടുകൊടുക്കാം. അതായത് ഒരു വലിയ ബിഗ് എമൗണ്ടിന് പ്രൈവറ്റിന് ആ എമൗണ്ട് വിട്ടുകൊടുത്തുകൊണ്ട് നമുക്ക് എന്താക്കാം, ഈ പ്രൈവറ്റൈസേഷൻ നടത്താം. സോ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ രണ്ട് രീതി ഞാൻ പറഞ്ഞ, ഒരു ഫ്രാക്ഷൻ ഓഫ് സെയിലിലൂടെയും നമുക്ക് എന്താക്കാം, ഡിസ്ഇൻവെസ്റ്റ്മെന്റ് നടത്താം. നമ്മുടെ ഒരു കമ്പനി മൊത്തത്തിൽ വിട്ടുകൊടുക്കേണ്ട ആവശ്യമില്ല. ആ കമ്പനിയിലെ ഒരു 40% ഷെയർ മാത്രം പ്രൈവറ്റിന് കൊടുക്കാം. അപ്പോൾ എന്താണ്, ആ 40% ഷെയർ പ്രൈവറ്റിന് കൊടുക്കുമ്പോൾ ആ കമ്പനിയിൽ നിന്നുണ്ടാവുന്ന ലാഭത്തിന്റെ 40% സ്വാഭാവികമായിട്ടും പ്രൈവറ്റിന് പോകും. ബാക്കി 60 മാത്രമേ ഗവൺമെന്റിന് കിട്ടൂ. അല്ലെങ്കിൽ അപ്പോൾ എന്താ, ഗവൺമെന്റിന് കൺട്രോൾ ഉണ്ടാവും, ബട്ട് എന്തുണ്ടാവും, ലാഭം പ്രൈവറ്റ് ആയിട്ട് ഷെയർ ചെയ്യുന്നത്, ബിക്കോസ് ദേ ഹാവ് ഇൻവെസ്റ്റഡ് ഇൻ അവർ സെക്ടർ. സോ I said that privatization can be done in two ways: one, government completely going out of that sector, or two, government selling the sector to private, or government partly selling that ownership to private sector. This privatization of companies അല്ലെങ്കിൽ ഇന്ത്യയിൽ പ്രൈവറ്റൈസേഷൻ കൊണ്ടുവരുന്നതിലൂടെ നമുക്ക് കുറച്ച് എന്താണ് ഗുണങ്ങളുണ്ട്. this privatization will leads to competition കൂട്ടും, പിന്നെ എഫിഷ്യൻസി കൂട്ടും, ടെക്നോളജി കൊണ്ടുവരും, FDI അതായത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. ഈ പ്രൈവറ്റൈസേഷൻ നമ്മുടെ ഇന്ത്യൻ കമ്പനികൾക്ക് തന്നെ, ഇന്ത്യയിലുള്ള ആളുകൾക്ക് തന്നെ ഇന്ത്യൻ കമ്പനീനെ വാങ്ങാനുള്ള ഓപ്ഷൻ ചിലപ്പോൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് വിദേശത്തു നിന്നുള്ള നിക്ഷേപങ്ങൾ ഇന്ത്യയിലേക്ക് എത്താൻ വേണ്ടിയിട്ടും ഈ പ്രൈവറ്റൈസേഷൻ സഹായിക്കും. പിന്നെ എന്താണ്, ഒന്ന് ഹെൽത്തി കോമ്പറ്റീഷൻ ആണ്. ഒരു മാർക്കറ്റിലേക്ക് പ്രൈവറ്റ് പ്ലേയേഴ്സ് വരിക എന്ന് പറയുമ്പോൾ നമുക്കതിനെ ചിന്തിച്ച് നോക്കിയാൽ അറിയാം, എന്താണ് BSNL മാത്രം ഉണ്ടായിരുന്ന കാലത്ത് എത്രത്തോളം അഫോർഡബിൾ ആയിരുന്നു നമുക്ക് 3G 4G ഫെസിലിറ്റീസ് എന്നുള്ളത്. നേരെ മറിച്ച് എന്താക്കി, അതിലേക്ക് പ്രൈവറ്റ് പ്ലേയേഴ്സ്, വോഡാഫോണും ജിയോ എല്ലാം കടന്നു വന്നതുകൂടിയാണ് എന്താക്കുന്നത്, അതിലേക്കൊരു കോമ്പറ്റീഷൻ ഉണ്ടാവുകയും ആളുകൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റിലേക്ക് ടെലികോം സർവീസസ് മാറുകയും ചെയ്യുന്നത്. സോ പ്രൈവറ്റ് പ്ലേയേഴ്സ് വരിക എന്ന് പറയുമ്പോൾ അവിടെ എഫിഷ്യൻസി ഉണ്ടാവും. സ്വാഭാവികമായിട്ടും എന്ത് സ്വകാര്യവൽക്കരണം നടന്നാലും അവർക്ക് നല്ല ഫെസിലിറ്റീസ് കൊടുക്കുക എന്നുള്ളത് പ്രൈവറ്റിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, നിർബന്ധമാണ്. ബിക്കോസ് അവർ ആ ഫെസിലിറ്റീസ് അവർ പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ ആളുകൾ അവരുടെ ഗുഡ് വാങ്ങില്ല. ബട്ട് ഗവൺമെന്റ് പബ്ലിക് സെക്ടറിനെ കുറിച്ച് എടുക്കുമ്പോൾ നമുക്ക് അത് കുറെ കൂടി ബ്യൂറോക്രാറ്റ്സ് എല്ലാം ഇൻവോൾവ്ഡ് ആണ്. അവർക്ക് ഈ കമ്പനി ലാഭത്തിലാണെങ്കിലും നഷ്ടത്തിലാണെങ്കിലും സർക്കാർ നമുക്ക് ശമ്പളം തരും. ആ ഒരു ആറ്റിറ്റ്യൂഡിൽ നിന്ന് മാറി പ്രൈവറ്റ് സെക്ടറിലേക്ക് വരുമ്പോൾ
എന്തായിരിക്കും, they will be facing pressures to perform well. അവർ ആ പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ നന്നായി പണിയെടുത്തിട്ടെങ്കിൽ അവരെ പുറത്താക്കും. സോ അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് സെക്ടറിൽ എന്തുണ്ടാവും, എഫിഷ്യൻസി ഉണ്ടാവും. അതുപോലെ തന്നെ ഒരുപാട് പ്രൈവറ്റ് പ്ലേയേഴ്സ്, അതായത് ഒരു മാർക്കറ്റിൽ ഞാൻ പറഞ്ഞു ടെലികോം ഇൻഡസ്ട്രിയിൽ BSNL മാത്രം ഉണ്ടായിരുന്നൊരു സമയത്ത് ഉള്ളതിനേക്കാളും കോമ്പറ്റീഷൻ ഉണ്ടാവുക കുറേ പ്രൈവറ്റ് പ്ലേയേഴ്സ്. നമ്മുടെ ഐഡിയ വോഡാഫോൺ ഇപ്പം VI ആണ്. VIയും ജിയോയും അതുപോലെ മറ്റ് എയർടെൽ എല്ലാം വരുമ്പോൾ അവിടെ ഒരു തമ്മിൽ ടെലികോം സെക്ടറിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവുകയാണ്. അവർ തമ്മിൽ തന്നെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവുകയാണ്. സോ ആ കോമ്പറ്റീഷൻ്റെ ബെനിഫിറ്റ് ആരിലേക്കാണ് പാസ് ഓൺ ചെയ്യുന്നത്, നോർമൽ കൺസ്യൂമറിലേക്കാണ് ആ കോമ്പറ്റീഷൻ്റെ ബെനിഫിറ്റ് പാസ് ഓൺ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഹെൽത്തി കോമ്പറ്റീഷൻ ഉണ്ടാവും, ടെക്നോളജി ഉണ്ടാവും, എഫിഷ്യൻസി ഉണ്ടാവും. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഈ പ്രൈവറ്റൈസേഷൻ്റെ ഒരു മെറിറ്റായിട്ടും നമ്മൾ കാണേണ്ടതുണ്ട്. സോ ഈ 1991 ഇന്ത്യ ഏകദേശം 31ഓളം പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് വിറ്റു. അതിൽ നിന്നൊരു അറൗണ്ട് 3000 crores ഇന്ത്യക്ക് കിട്ടി. ഇന്ത്യ എന്തിനാണ് ഈ അത്ര അർജൻറ്റായിട്ട് പ്രൈവറ്റൈസ് ചെയ്യുന്നത്? ഇന്ത്യയുടെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു. അപ്പോൾ എന്താണ്, പൈസ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് മണി ജനറേറ്റ് ചെയ്യുക എന്നുള്ളത് ഇന്ത്യയുടെ ആവശ്യമായിരുന്നു 1991. സോ അതുകൊണ്ട് തന്നെ ഇന്ത്യ എന്താണ്, ഒരു 31ഓളം പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് പബ്ലിക് സെക്ടർ സ്ഥാപനങ്ങൾ വിറ്റഴിക്കുകയാണ്. അങ്ങനെ ആ വിറ്റഴിക്കുന്നതിലൂടെ ഏകദേശം 3000 കോടിയോളം ഇന്ത്യൻ ഗവൺമെൻറ്റിന് ആ സമയം കിട്ടി. സോ യൂസിങ് ദാറ്റ് മണി ഇന്ത്യ വാസ് ഏബിൾ ടു സോൾവ് ദ ക്രൈസിസ് ഡ്യൂറിങ് ദ 1991. സോ ഈ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസിന് എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ അടുത്ത് നിന്ന് ചില സ്റ്റെപ്സ് ഉണ്ടായിരുന്നു. നമ്മുടെ നല്ല പബ്ലിക് സെക്ടറിനെ നല്ല വില കിട്ടും. സോ അതുകൊണ്ട് തന്നെ പബ്ലിക് സെക്ടർ നന്നായി എഫിഷ്യൻ്റായി പോകേണ്ടതും ഗവൺമെൻറ്റിൻ്റെ ആവശ്യമാണ്. വെറും വില കിട്ടുക വിൽക്കുക എന്നുള്ളത് മാത്രമല്ല, അതായത് ചില പബ്ലിക് സെക്ടർ നന്നായി പോവുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ആവശ്യമാണ്. സോ അതുകൊണ്ട് തന്നെ ചില മാനേജീരിയൽ ഡിസിഷൻസ് എടുക്കാൻ ഉള്ള ഓട്ടോണമി എന്ന് വെച്ചാൽ എന്താ? ഓട്ടോണമി എന്ന് വെച്ചാൽ ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ സ്വയം തീരുമാനിക്കാനുള്ളൊരു കഴിവാണ്. എല്ലാത്തിനും ഈ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസിന് എല്ലാത്തിനും ഗവൺമെൻറ്റിൻ്റെ അടുത്ത് പോയി സമ്മതം ചോദിക്കേണ്ട ആവശ്യമില്ല. ചില ഓട്ടോണമി നിങ്ങൾ തന്നെ തീരുമാനിച്ചോളൂ എന്നും പറഞ്ഞിട്ട് ചില ഓട്ടോണമി ഈ പബ്ലിക് സെക്ടറിന് കൊടുത്തിട്ട് പബ്ലിക് സെക്ടർ കമ്പനീസിന് കൊടുത്തിട്ട് അവരുടെ എഫിഷ്യൻസി, ചില മാനേജീരിയൽ ഡിസിഷൻസ് എടുക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് കൊടുത്തിട്ട് അവരുടെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുക എന്നുള്ള ഒരു പോളിസിയും ഗവൺമെൻറ്റിന് ഉണ്ടായിരുന്നു. സോ ഗവൺമെൻറ് ഡിവൈഡഡ് ദിസ് പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് ഇൻ ടു 3 ഒരു 3ഓളം ഡിവിഷൻ ഉണ്ടാക്കണം. മഹാരത്ന, നവരത്ന, മിനിരത്ന. ഈ നവരത്ന എന്നെല്ലാം പറയുമ്പോൾ നമ്മൾ ഈ പഴയ ചരിത്രത്തിലെ വിക്രമാദിത്യൻ്റെ എല്ലാം കയ്യിലാണ് ഈ നവരത്ന 9 രത്നങ്ങളെന്നെല്ലാം പറഞ്ഞിട്ട് ഇപ്പോഴും ഈ നവരത്നങ്ങളെല്ലാം ഇടുന്ന ആളുകളും എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. സോ ആ ഒരു 9 രത്നങ്ങൾ വിക്രമാദിത്യൻ്റെ കഥകളിലെല്ലാം നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട്. സോ that has nothing to do with that now. ഇപ്പോൾ ആ ചരിത്രത്തിൽ നമ്മളിവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഞാൻ പറയാണ്, ഒരു ഡിവിഷനാണ്, അത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്, രത്നങ്ങളാണ്. അപ്പോൾ ഈ ഇന്ത്യൻ പബ്ലിക് സെക്ടറിനെ ഒരു 3 രീതിയിൽ നമ്മളെ ഗവൺമെൻറ് ഡിവൈഡ് ചെയ്യുകയാണ്. സോ ഒന്ന് മഹാരത്ന, നവരത്ന, മിനിരത്ന. ഈ മഹാരത്നയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അത് കഴിഞ്ഞിട്ട് നവരത്ന, അത് കഴിഞ്ഞിട്ട് മിനിരത്ന. മഹാരത്ന, നവരത്ന, മിനിരത്ന. ഈ വഴിയിൽ തന്നെ ഈ ഓർഡറിൽ. സോ ഈ മഹാരത്നയിൽ ഉണ്ടായിരുന്നത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ എല്ലാം. മീൻസ് ഈ കമ്പനികൾ മാത്രം ഉണ്ടായിരുന്നില്ല. ഞാൻ എക്സാമ്പിൾ പറയാണ്, കുറച്ച് എക്സാമ്പിൾ. നവരത്നയിൽ ഉണ്ടായിരുന്നത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ്, MTNL എന്ന് വെച്ചാൽ മഹാനഗർ ടെലികോം നിഗം ലിമിറ്റഡ് എന്നതാണ്. ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് ആണ് ഈ മിനിരത്നയിൽ ഉണ്ടായിരുന്നത്. IRCTC എന്ന് പറയുന്നത് നമ്മുടെ റെയിൽവേ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ആളുകൾക്ക് അറിയാം. IRCTC ആപ്പ് വഴിയാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുക. അപ്പോൾ ഈ ഇന്ത്യൻ റെയിൽവേസിൻ്റെ അതിനെയാണ് മിനിരത്നയിൽ ഉൾപ്പെടുത്തിയത്. അതുപോലെ തന്നെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ എല്ലാം മിനിരത്നയിലാണ് ഉണ്ടായിരുന്നത്. സോ എങ്ങനെയാണ് ഈ മിനിരത്ന, നവരത്ന അല്ലെങ്കിൽ മഹാരത്ന ഉണ്ടാവുന്നത് എന്നുള്ളത് ഒരു സെർട്ടൻ ക്രൈറ്റീരിയ ഉണ്ട്. ചില ക്രൈറ്റീരിയാസ് ഫുൾഫിൽ ചെയ്യുന്ന കമ്പനീസിനെയാണ്, പബ്ലിക് സെക്ടർ കമ്പനീസിനെ നമ്മൾ മഹാരത്നയിൽ ഉൾപ്പെടുത്തുക. ചിലത് ഫുൾഫിൽ ചെയ്യുന്നതാണ് മിനിരത്നയിൽ, ചിലത് മഹാരത്നയിൽ. സോ അപ്പോൾ ഈ മഹാരത്ന എന്ന് പറയുമ്പോൾ ഒരു ആനുവലി ഒരു 5000 crores പ്രോഫിറ്റ് ഉണ്ടാവുന്ന പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് ആണ്. ഒരു 5000 കോടി പ്രോഫിറ്റ് ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു 25,000 crore ടേൺ ഓവർ ഉണ്ടാവണം
ഒരു കഴിഞ്ഞ 3 വർഷമായിട്ട്. അങ്ങനെ അങ്ങനെ കുറച്ച് ക്രൈറ്റീരിയ ഉണ്ടാവും. സോ ഈ ക്രൈറ്റീരിയ പാലിക്കുകയാണെങ്കിൽ മഹാരത്ന കമ്പനീസിന് ഒരു 1000 കോടിയോളം ഗവൺമെൻറ് കൊടുക്കും. അല്ലെങ്കിൽ 15% ഷെയർ നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്തോളൂ. 15% ഷെയർ എന്തും ചെയ്യാനുള്ള ഒരു ഓട്ടോണമിയും ഈ കമ്പനീസിന് ഗവൺമെൻറ് കൊടുക്കും. സോ ഞാൻ പറയണം, അപ്പോൾ ഈ മിനിരത്ന ആവുമ്പോൾ ഇത്രയധികം ടേൺ ഓവറും ഇത്രയധികം പൈസയും ഗവൺമെൻറ് കൊടുക്കില്ല. മഹാരത്നക്ക് 1000 to 2000 crore ചിലപ്പം കൊടുക്കുമ്പോൾ ഈ മിനിരത്നക്ക് അത്ര കൊടുത്തില്ല എന്ന് വരും. നവരത്നക്കും അത്ര കൊടുത്തിട്ടുണ്ടായെന്ന് വരും, മിനിരത്നക്കും അത്ര കൊടുത്തില്ല എന്ന് വരും. സോ ഇൻ ആക്ച്വൽ നിങ്ങൾ എങ്ങനെ ഈ കമ്പനീസിനെ റേറ്റ് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് ഒരുപാട് വേറിഡ് ആവേണ്ട ആവശ്യമില്ല, അത് നമുക്ക് പഠിക്കാനില്ല. ബട്ട് വാട്ട് ആം ഐ സേയിങ് ഈസ് ദാറ്റ് കൂടുതൽ പ്രോഫിറ്റും കൂടുതൽ ടേൺ ഓവറും ഉണ്ടാകുന്ന കമ്പനീനെ നമ്മൾ മഹാരത്നയിൽ ഉൾപ്പെടുത്തുന്നു. അതിൽ നിന്ന് കുറച്ചുകൂടെ താഴെ പ്രോഫിറ്റും ടേൺ ഓവർ ഉണ്ടാകുന്ന കമ്പനീനെ നമ്മൾ നവരത്നയിൽ ഉൾപ്പെടുത്തുന്നു. അതിലും കുറച്ചുകൂടെ താഴെ ഉണ്ടാകുന്ന കമ്പനീസിനെ നമ്മൾ മിനിരത്നയിൽ ഉൾപ്പെടുത്തുന്നു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ ഈ മഹാരത്ന, മിനിരത്ന, നവരത്നയുടെ കുറച്ച് എക്സാമ്പിൾസും ഇത് ഏത് എക്സാമ്പിൾസിലാണ് വരുന്നത് എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കുക. സോ ഞാൻ പറഞ്ഞു, ചില ടേൺ ഓവർ സാറ്റിസ്ഫൈ ചെയ്യാതെ മാത്രമേ ഗവൺമെൻറ് ഈ സെക്ടറിൽ ഉൾപ്പെടുത്തൂ. ഈ മഹാരത്നയിൽ ഉൾപ്പെടുത്തിയാൽ ഗവൺമെൻറ് എന്ത് കൊടുക്കും? അവർക്ക് കുറച്ച് ആനുകൂല്യങ്ങളും കൊടുക്കും. സേ ഒരു 1000 crore നിങ്ങൾ ഇഷ്ടം പോലെ ചിലവഴിച്ചോളൂ, 15% ഷെയർ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തോളൂ എന്നെല്ലാം ഈ പബ്ലിക് സെക്ടർ കമ്പനീസിന് അവർക്ക് ഓട്ടോണമി കൊടുക്കുകയാണ്. നിങ്ങൾ തന്നെ തീരുമാനിച്ചോളൂ എന്ന് പറഞ്ഞ് അവർക്ക് ഓട്ടോണമി കൊടുക്കും. ഇങ്ങനെ ഓട്ടോണമി കൊടുത്താൽ ഈ കമ്പനീസിൻ്റെ എഫിഷ്യൻസി കൂടും. സോ ജസ്റ്റ് റിമെമ്പർ ദ ക്രോണോളജി that Maharatna, then comes Navaratna, then comes Miniratna, and some examples of Maharatna, Navaratna and Miniratna. So this thing will do. So these are the schemes introduced by government, this classification introduced by government to improve efficiency. Efficiency കൂട്ടേണ്ടിയിട്ടാണ് ഇങ്ങനെ സെക്ടറിനെ ഡിവൈഡ് ചെയ്തത്. കാരണം ഇവർക്ക് ഞങ്ങൾ നന്നായി പെർഫോം ചെയ്താൽ മഹാരത്നയിലേക്ക് ചാടാം, അല്ലെങ്കിൽ നവരത്നയിൽ നിന്ന് മഹാരത്നയിലേക്ക് ആവാം, അങ്ങനെയുള്ള കുറേ ഇൻസെൻറ്റീവ്സും ഇങ്ങനെ നന്നായി പെർഫോം ചെയ്താൽ ഇത്രയധികം ഇൻസെൻറ്റീവ്സും ഗവൺമെൻറ്റിൻ്റെ അടുത്ത് ഉണ്ടാവും എന്നുള്ളതും അവർക്കുണ്ട്. അതുപോലെ ഓട്ടോണമി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നല്ല മാനേജീരിയൽ ഡിസിഷൻസ് എടുക്കാനും പബ്ലിക് സെക്ടർ കമ്പനീസിന് കഴിയും. അതുവഴി എഫിഷ്യൻസി കൂട്ടാനും കഴിയും. സോ in this session we discussed by starting with some of the reforms of liberalization. We discussed about foreign exchange reforms. Then in foreign exchange reforms we said that we devalued our currency, and we also made our exchange rate depend upon market and demand, supply and demand of our rupee is now determining our exchange rate. Then we discussed about our trade policies. We said that we abolished import quotas and we reduced tariff, and there is no need of export licensing, etc. Then we move on to discuss our privatization. In privatization we just said that what was the need of privatization, what is the benefits of privatization, and then how this privatization was made, methods of privatization like government going out of the market or government selling a part of it. Then we discussed about how government classified public sector companies to Maharatna, Navaratna and Miniratna to improve efficiency by giving autonomy to them. So these all things we discussed in this chapter. Next session we will be discussing what globalization. So guys, study well. Thank you.